സീസൺസ് ഓഫ് ഫാമിലി ലൈഫ്. മലയാളത്തിൽ പറഞ്ഞാൽ കുടുംബ ബന്ധങ്ങളുടെ കാലഗതികൾ അല്ലെങ്കിൽ കാലാവസ്ഥകൾ അല്ലെങ്കിൽ സീസൺസ് ആൻഡ് മെയിൻറ്റെയിനിങ് റിലേഷൻഷിപ്സ്. മാറുന്ന കാലഗതികളിൽ, കാലാവസ്ഥകളിൽ കുടുംബ ബന്ധങ്ങളെ എങ്ങനെ നമുക്ക് തിരികെ കൊണ്ടുവരാം. ഞാൻ 2 ലാംഗ്വേജും ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് തോന്നും. അത്തരത്തിൽ കാര്യങ്ങൾ, ഇത് ഒരു ഇൻ്ററാക്റ്റീവ് സെഷനായി കൊണ്ടുപോകാൻ സമയമില്ല. അതുകൊണ്ട് കുറച്ചുകൂടെ നമുക്കൊരു ക്ലാസ് മോഡലിൽ തന്നെ നമുക്കതിനെ കൈകാര്യം ചെയ്യാം. നമുക്ക് ആരംഭിക്കാം. ഏറ്റവും പുറകിലിരിക്കുന്നവർ റെഡിയാണല്ലോ? താങ്ക് യു. യെസ്. ഒരു അമ്മ ഉണ്ടാകുന്നത് 4 സ്റ്റേജുകളിലൂടെയാണ്. 4 സ്റ്റേജുകളിലൂടെയാണ്. ഒന്ന്, at the age of 20, 20-ാമത്തെ വയസ്സിൽ ഒരു പെൺകുട്ടിയുടെ മനസ്സിൽ തോന്നുന്നത്, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ പ്രിൻസിപ്പിൾ ഇതാണ്: ഫൈൻഡ് യുവർ സെൽഫ്. എന്തുവാ ഫൈൻഡ് യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ നിന്നെ തന്നെ കണ്ടെത്തുക. at the age of 20, അവനവനെ കണ്ടെത്തുന്ന സമയം ഏജ് ഓഫ് 20. 3 ചോദ്യങ്ങൾ 20-ാമത്തെ വയസ്സിൽ ഒരു പെൺകുട്ടി ചോദിക്കും. ഹൂ ആം ഐ? ഞാൻ ആരാണ്? 2, വാട്ട് ഈസ് മൈ ഇമ്പോർട്ടൻസ്? എൻ്റെ പ്രാധാന്യം എന്താണ്? വാട്ട് ഈസ് മൈ ഇമ്പാക്ട്? എൻ്റെ സ്വാധീനം എന്താണ്? ഞാൻ ചോദിച്ച ചോദ്യങ്ങൾ കിട്ടിയോ? ചേർന്നൊന്ന് പറഞ്ഞേ. ഹൂ ആം ഐ, what is my importance, and what is my impact? At the age of 20, an young adult ചോദിക്കുന്ന ചോദ്യം ഇതാണ്. At the age of 25, 2-ാമത്തെ വാക്ക് ആരംഭിക്കുന്നു. Know yourself. നീ നിന്നെ തന്നെ അറിയുക. എന്താണ് അറിയേണ്ടത്? 25-ൽ നീ ഒരു കുടുംബമാകുന്നു, നീ ഒരു അമ്മയാകാൻ പോവുകയാണ്, നിനക്കൊരു ഭർത്താവുണ്ട്, നീ മറ്റൊരു വീട്ടിലേക്ക് യാത്ര പോയിട്ടുണ്ട്. at the age of 25. 25 എന്നൊക്കെ പറഞ്ഞത് പഴയ പ്രായമാണ്. ഇപ്പോൾ ഓസ്ട്രേലിയയിലെ ന്യൂസിലൻഡിലൊക്കെ പോയി ആപ്പിളൊക്കെ പറക്കിട്ടിഞ്ഞ് വരുമ്പോഴത്തേക്ക് 30 കഴിയും. ഇച്ചിരി പഴയ മനുഷ്യനാണ് ഞാൻ, അതുകൊണ്ട് പഴയ പ്രായം നമുക്ക് കണക്കൂട്ടാം. 25. എന്തുവാ? നോ യുവർ സെൽഫ്. നിന്നെ തന്നെ അറിയുക. 3, at the age of 30, 30-ാമത്തെ വയസ്സിൽ പുതിയൊരു വാക്കാണ് സെർവ് യുവർ സെൽഫ്. SERV, സെർവ്. സെർവ് യുവർ സെൽഫ്. ശുശ്രൂഷകൾ ആരംഭിക്കുകയാണ്. യു ആർ റെഡി ടു സെർവ്. ഒരു വാക്ക് അവിടെ ആരംഭിക്കുക. ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ത്യാഗങ്ങൾ ആരംഭിക്കുന്നു. സാക്രിഫൈസസ്. 30-ൽ ഒരു പെൺകുട്ടി അമ്മയിലേക്ക് മാറി ത്യാഗങ്ങൾ ആരംഭിക്കുന്നു. ഇങ്ങനെ പറയാം: ഷീ ബിക്കെയിം എ മദർ, an agent of service. ഒരമ്മയായി, ഒരു സർവീസിന്റെ ഏജന്റായി. ഒരു വാക്കൂടെ പറയാം അവിടെ. ദ മദർ ബിക്കം എ കെയർ ഗിവർ. അല്ലേ? കെയർ ഗിവർ എന്ന പൊസിഷനിലേക്ക് അമ്മ പ്രവേശിക്കുകയാണ്. മനസ്സിലാക്കാൻ പ്രയാസമുണ്ടോ ഞാൻ പറയുന്നത്? ഇല്ല. ശരി. കെയർ ഗിവർ, കെയർ ഗിവർ. 4-ാമത്തെ സ്റ്റേജിൽ at the age of 40, 40-ാമത്തെ വയസ്സിൽ ഒരമ്മ അറിയുന്ന വാക്യതാണ്:
ഗിവ് ഓഫ് യുവർ സെൽഫ്. നീ നിന്നെ തന്നെ നൽകുക. ലളിതമായി പറയാൽ ത്യാഗത്തിൽ നിന്ന് യാഗത്തിലേക്ക് മാറുകയാണമ്മ. ലളിതമല്ലേ ഞാൻ പറയുന്നത്? ത്യാഗത്തിൽ നിന്ന് യാഗത്തിലേക്ക് മാറുകയാണ്. ഷീ സാക്രിഫൈസസ് എ ലോട്ട്. അമ്മ നൽകുന്നതിനെ കുറിച്ച് മാത്രം ചിന്തിച്ചു തുടങ്ങുകയാണ്. എത്രമാത്രം നൽകാം എനിക്ക്? മാക്സിമം നൽകുന്നതിലുള്ള സന്തോഷമാണ് അറ്റ് ദ ഏജ് ഓഫ് 40. പിന്നങ്ങോട്ട് അബ്രഹാമിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഓൾട്ടറില്ല. പിന്നെ ഏതാ? റെഡി ഫോർ എ സ്ലോട്ടർ എന്ന് പറയും. പിടികിട്ടി ഏകദേശം. പിന്നെ അമ്മയുടെ ശരീരത്തിലും ദേഹത്തിലും എല്ലാം ഒരുപാട് മുറിപ്പാടുകളാണ്. കാരണം യാഗപീഠത്തിൽ കിടന്നതിന്റെ അടയാളങ്ങളാണ് അമ്മ. ബട്ട് എന്നാൽ ഇന്ന് 40-ാമത്തെ വയസ്സിൽ അമ്മയ്ക്ക് 4 പുതിയ തോന്നലുകൾ ഉണ്ടാകുന്നു. എല്ലാ അമ്മമാർക്കും. ഐ ഫീൽ ദാറ്റ് ഐ ആം അൺഇമ്പോർട്ടൻറ്റ്. എനിക്ക് വലിയ പ്രാധാന്യം ജീവിതത്തിൽ ഇല്ല. ഐ ആം ഇൻസിഗ്നിഫിക്കൻറ്റ്. എന്നെ ആരും പരിഗണിക്കുന്നില്ല. ഐ ആം ബീയിങ് അൺഅപ്രീഷിയേറ്റഡ്. എനിക്ക് അഭിനന്ദനവും സ്നേഹവും തരാൻ ആരും ഇല്ല. ഐ ഫീൽ ദാറ്റ് ഐ ആം മൈൻഡ്ലെസ്. എന്നെ ആരും കാര്യമായി അച്ഛനോട് ചോദിക്കുക, സൂസി എവിടാ? അവിടെ തന്നെ. നിങ്ങൾ പറഞ്ഞ അവിടെ തന്നെ ഉണ്ട് സൂസി. അച്ചായനോ? അച്ചായനും മക്കൾക്കും എല്ലാം ഹൈപ്പർ മാർക്കറ്റ് എപ്പോ വേണേലും പോവാം. സൂസിക്കോ? കേട്ടില്ല. ഇതെല്ലാം ഓൺലൈനിൽ കേൾക്കുന്നുണ്ട് അച്ചായൻ. ഒരമ്മയ്ക്ക് തോന്നിത്തുടങ്ങിയ ഒരു പുതിയ വാക്കാണ് ഔട്ട് ദെയർ സംവെയർ. വീട്ടിലല്ല ജീവിതം, പിന്നെ വീടിന് പുറത്താണ്. ഔട്ട് ദെയർ സംവെയർ. എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന്. കേട്ടില്ല. അയ്യോ അച്ചോ, ഈ കോൺഫറൻസ് കുഴപ്പമാവോ? Beside the home with our children. അതിന് കൂട്ടുപിടിക്കുകയാണ്. മക്കളെയോ മരുമക്കളെയോ ബാക്കിയുള്ളവരെല്ലാം കൂട്ടുപിടിച്ച് അമ്മ പുതിയ എക്സിറ്റുകൾ കണ്ടുപിടിക്കുകയാണ്. ഒരു വാക്ക് ഞാൻ അടിവരയിട്ട് പറയാം. The domestic church is in serious danger. ഭവനത്തിലെ സഭ വലിയ അപകടകരമായൊരവസ്ഥയിലേക്ക് കടന്നു പോകുന്നു. അവസാനത്തെ ആളും പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണ്. തിരിച്ചു വരാം. ഇനി 5 വാക്ക് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. 5 വാക്കിൻ്റെ എക്സ്പ്ലനേഷൻസ്. ഇവിടെ ഞാൻ എൻ്റെ അമ്മമാരെയും സഹോദരിമാരെയും ക്ഷണിക്കുകയാണ്. Understand the seasons of family life. ഒരു ഭവനത്തിലേക്ക് തിരിഞ്ഞു നോക്കി അതിൻ്റെ മാറുന്ന കാലഗതികളിൽ ഒരമ്മയ്ക്ക് ചെയ്യുവാനുള്ള ചില ചെറിയ ഉത്തരവാദിത്തങ്ങൾ. നമ്മൾ ഈ സെഷൻ അവസാനിപ്പിക്കുമ്പോൾ കൈകൂപ്പിയാണ് അവസാനിപ്പിക്കാൻ പോകുന്നത്. കാരണം ഞാൻ വിശ്വസിക്കുന്നു പുതിയ ചില അഭിഷേകങ്ങളുമായി നമ്മൾ ഭവനത്തിലേക്ക് തിരികെ കയറും. ഹല്ലേലൂയ.
അതിന് ദൈവം നമ്മളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം, ഒരുങ്ങണം എന്നാണ് ആഗ്രഹിക്കുന്നത്. 1. വീടിൻ്റെ ഒന്നാമത്തെ കാലം വസന്തകാലം. അതിനെ ഹണിമൂൺ സീസൺ എന്ന് പറയും. എന്തോ? ഹണിമൂൺ സീസൺ. വീട് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. ഏതിലാ? ഹണിമൂണിൽ ആരംഭിക്കുന്നത് ഇല്ലേ? ഓരോരുത്തരുടെയും ഹണിമൂണിനെ ഒന്ന് ഓർത്തെ. കൈവിട്ടുപോയി. ചിലര് പന്തളം വരെ പോയിട്ടുള്ളൂ, കാരണം ബസ് അവിടെ വരെ ഉള്ളായിരുന്നു. തിരിച്ചു വരാം. ഹണിമൂണിൽ ഒരു റിലേഷൻഷിപ്പിൽ തോന്നുന്ന 2 വാക്കുകളുണ്ട്. കൈ കിട്ടിയ ആളിനെ കുറിച്ച് 2 തോന്നലുകളാ. പെർഫെക്റ്റ് ഗിഫ്റ്റ്, പെർഫെക്റ്റ് മാച്ച്. ശരിയല്ലേ? യഥാർത്ഥ ദാനമാണ്, യഥാർത്ഥ മാച്ചാണ്. ജോർജ് കുട്ടി, ഞാൻ അല്ലാതെ ചിലർക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നില്ല, പറഞ്ഞോണം, അല്ലാതെ ഇല്ല. വി വോണ്ട് ടു ബി ടുഗദർ, അല്ലേ? ഒരുമിച്ചിരിക്കണം, ഒരുമിച്ചായിരിക്കണം. ഒരുപാട് അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ഞാൻ പോകുന്നില്ല. തിരിച്ചു വരാം. നിങ്ങളുടെ മക്കൾ കല്യാണം കഴിച്ചവരല്ലേ? അതെ. ഇന്ന് ഞാൻ കാണുന്നത് ഹണിമൂണിൽ തന്നെ നോ മൂൺ ഉണ്ടാകുകയാണ്. എന്തുവാ? ശരിയോ തെറ്റോ? ഇനി അധികം പ്രസംഗിക്കണ്ട, ശരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. വാട്ട് ഡു യു മീൻ ബൈ ദാറ്റ്? എന്താ അതിന്റെ അർത്ഥം? ഹണിമൂണിനെ കുറിച്ചുള്ള നമ്മുടെ ധാരണ എന്താണെന്നറിയോ? എന്താ? നമ്മൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഹണിമൂണിന്റെ പ്രിൻസിപ്പിൾ. ആ ഇഷ്ടം ചെറുതായി കുറയുമ്പോൾ എന്തോ? ഞാനൊരു വാക്ക് അടിവരയിടാൻ പോവാം. ഹണിമൂൺ തുടരണമെങ്കിൽ 2 വാക്ക് കയ്യിൽ വേണം. വിവാഹത്തിൽ ഒരു കൂദാശയുണ്ടെന്നും വിവാഹം വിശുദ്ധമാണെന്നും തിരിച്ചറിയണം. കൂദാശയുടെ സൗരഭ്യവാസന നഷ്ടപ്പെട്ടു പോയാൽ ഹണിമൂൺ നോ മൂണാണ്. അപ്പൊ വീടെന്തുവാന്ന് പറയാം 3 വാക്കിൽ. വീടെന്തുവാ? God blessed, God commanded, God encouraged his family. God blessed, God commanded, God encouraged his family. ദൈവം അനുഗ്രഹിച്ചു, ദൈവം കൽപ്പിച്ചു, ദൈവം പ്രോത്സാഹിപ്പിച്ചു. ഇന്ന് ക്രിസ്തീയ കുടുംബം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്നറിയാമോ? നമ്മുടെ തലമുറ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താ? വിവാഹത്തിനൊരു കൂദാശ വേണമെന്ന് നിർബന്ധമില്ല, കൂദാശയിൽ തുടരണമെന്നും നിർബന്ധമില്ല. എല്ലാവരും ഇങ്ങോട്ട് നോക്കിയേ. അമ്മേ, നമ്മുടെ വീട്ടിൽ യാഗപീഠത്തിലെ ശബ്ദങ്ങൾ നിലച്ചു പോകുന്നു. ഓൾട്ടർ കോൾസ്, എല്ലാ വീട്ടിലും ഓൾട്ടർ കോൾസ് ഉണ്ട്. അത് നിലച്ചു പോയാൽ വീട് പിന്നെ നിലനിൽക്കുന്നില്ല. അമ്മമാരിഞ്ഞോട്ട് നോക്കിയേ. എൻ്റെ വീട്ടിലെ യാഗപീഠത്തിലെ ശബ്ദങ്ങൾ നിലച്ചു പോകാതിരിക്കാൻ ദൈവം നിങ്ങളെ നിയോഗിക്കുകയാണ്. മറക്കല്ലേ,
യാഗപീഠത്തിലെ ശബ്ദങ്ങൾ നിലച്ചുപോയാൽ വിവാഹം ഇല്ല. ഒരു ക്രൂഷ്യൽ വേർഡിലോട്ട് തിരിച്ചു പോവാം. നമ്മളൊക്കെ പള്ളിയിൽ കല്യാണം കഴിച്ചപ്പോ കല്യാണത്തിൽ പങ്കാളിയെ വാങ്ങിയത് ഗിഫ്റ്റായിട്ടാ. എന്തുവാ? ഗിഫ്റ്റായിട്ടാ. ഒരു പുതിയ വാക്ക് ഞാൻ പറയാം. ഇന്ന് കല്യാണം നടക്കുമ്പോഴെല്ലാം ദൈവാലയത്തിൽ വരുന്നത് ഗിഫ്റ്റല്ല, റീഗിഫ്റ്റാ. എന്തുവാ? പിടികിട്ടിയോ? എന്തോ പിടികിട്ടി? ഹണിമൂണിൽ ചോദിക്കുന്ന 3 ചോദ്യങ്ങളാ ഇപ്പൊ പെണ്ണും ചെറുക്കനും കൂടെ. ഒന്നാമത്തെ ചോദ്യം, ആലപ്പുഴ പോയിട്ടുണ്ടോ? ഉണ്ട്. ഊട്ടി പോയിട്ടുണ്ടോ? ഉണ്ട്. ബാംഗ്ലൂരിൽ പോയിട്ടുണ്ടോ? ഉണ്ട്. പെണ്ണിന്റെ ഉണ്ട്. ചെറുക്കന്റെ ചോദ്യം, ബാംഗ്ലൂരിൽ പോയിട്ടുണ്ടോ? ഉണ്ട്. ഊട്ടിയിലോ? ഉണ്ട്. ആലപ്പുഴയോ? ഇപ്പൊ സ്ഥിരം അവിടെ. ഞാനിനി ഉച്ചത്തിലൊരു വാക്ക് പറയാം. ഇന്ന് ദൈവാലയത്തിൽ വരുന്ന ഗിഫ്റ്റുകളൊക്കെ മിസ്യൂസ്ഡ് ബോഡി ഓർ അബ്യൂസ്ഡ് ബോഡി. ഈ ശരീരം ദുരുപയോഗം ചെയ്തതിന് ശേഷം ഗിഫ്റ്റായി ദൈവാലയത്തിൽ കൊണ്ടുവരുന്നു. പിടികിട്ടുന്നോ? എന്നോട് ദേഷ്യം വല്ലതും തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഒന്നും തോന്നണ്ട. ഇപ്പോ അടുത്ത സമയത്തൊക്കെ കല്യാണത്തിന് ഞാൻ പോകുമ്പോൾ വിളിപ്പത്തരാന്ന് വെച്ചാൽ ഈ പാട്ട് വരുമ്പോ ഞാൻ പാടത്തില്ല. ഏത് പാട്ടാന്നറിയോ? ജാതിയിൻ പുത്രി നീ സുന്ദരി ബഹുസുന്ദരി. ഇപ്പൊ ആ പാട്ട് പാടുന്നില്ല. എന്താ കാര്യം? എന്തുവാ? എനിക്ക് സംശയമുണ്ട്. എന്തുവാ? എന്തോ? ഏറ്റവും പുറകിലിരിക്കുന്നവർക്ക് കേൾക്കാവോ? കേൾക്കാം. ഒരു ശരീരം ദൈവാലയത്തിൽ കൊണ്ടുവരേണ്ടത് എങ്ങനെയാണെന്നറിയോ? അച്ഛൻ ഇവിടെ വന്നുകൊണ്ട് മണവാളനും മണവാട്ടിയും ദേവാലയത്തിൽ പ്രവേശിച്ചാട്ടെ എന്ന് പറയുമ്പോൾ, മണവാളനും മണവാളിയും ദേവാലയത്തിലേക്ക് കയറി വരുമ്പോൾ അവർ ഉള്ളിൽ പറയേണ്ട വാചകം ഇതാ: ലോർഡ്, we bring our body to submit in the altar. Lord, we bring our body to submit in the altar. കർത്താവേ, ഞങ്ങൾ ഞങ്ങളുടെ ശരീരങ്ങളെ കൊണ്ടുവരുന്നു. എന്തിനാ? യാഗപീഠത്തിൽ വയ്ക്കാൻ. കല്യാണം കഴിപ്പിക്കാനുള്ള മക്കളുള്ള അമ്മ മരിഞ്ഞോട്ടെന്ന് നോക്കിയേ. ഉണ്ടല്ലേ? 2 കാര്യം ചെയ്യണം. മനസ്സിലായി? കല്യാണമൊക്കെ ആലോചിക്കാം. ഈ കാര്യം കേട്ടോണം. എന്താ? 2 ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. ഒന്ന്, യാഗപീഠത്തിലേക്ക് നടക്കാൻ മക്കളെ പഠിപ്പിക്കണം. അവരെ യാഗപീഠത്തിൽ എത്തിക്കാനും അമ്മയ്ക്ക് കഴിയണം. യാഗപീഠത്തിലേക്ക് നടക്കാൻ മക്കളെ പ്രേരിപ്പിക്കണം. അവരെ യാഗവസ്തുവായ ദൈവസന്നിധിയിൽ കൊണ്ടുവരാൻ അമ്മയ്ക്ക് കഴിയണം. അമ്മേ, ഇന്ന് നമ്മൾ പരാജയപ്പെട്ടു പോവുകയാണ്. എവിടെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരു ഗിഫ്റ്റായി ദൈവസന്നിധിയിൽ കൊണ്ടുവരുവാൻ നമ്മൾക്ക് കഴിയാതെ ഇരിക്കുന്നു. പിടികിട്ടിയോ? അതിന് കൊച്ചു 3 വാക്ക് പറയാം. വീട്ടിലെ 3 വാക്കുകൾ സ്വന്തമായിട്ടുണ്ടായിരിക്കണം. എ പേഴ്സണൽ ഗോഡ്, എ പേഴ്സണൽ വേർഡ് ഓഫ് ഗോഡ്, എ പേഴ്സണൽ ഓൾട്ടർ. ഇത് 3 ഒരു വീട്ടിലുണ്ടായിരിക്കണം. എന്തോ ഞാൻ പറഞ്ഞേ? എ പേഴ്സണൽ ഗോഡ്, എ പേഴ്സണൽ വേർഡ് ഓഫ് ഗോഡ്, എ പേഴ്സണൽ ഓൾട്ടർ. ഇത് 3 തലമുറയ്ക്ക് കൊടുക്കാൻ നമുക്ക് കഴിയണം. സ്വന്തമായൊരു ദൈവം, സ്വന്തമായൊരു ദൈവവചനം, സ്വന്തമായി മുട്ടുമടക്കാൻ ഒരു സ്ഥലം. ഞാനൊരു വാക്ക് അടിവരയിടുക. റിപ്പൻഡൻസ് ഉണ്ടാകേണ്ടത് ഇവിടെയാ. റീഗിഫ്റ്റിംഗ്. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളെ
ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള ഒരു യാഗമായി സമർപ്പിക്കുവാൻ എൻ്റെ ഭവനത്തെ ഒരുക്കാൻ എനിക്ക് കൃപ തരണമേ. ഒരു സ്തോത്രം പറയാമോ? കർത്താവേ, എന്നെയും എൻ്റെ തലമുറയും ഒരു യാഗവസ്തുവായി നിൽക്കുവാൻ അമ്മ ഒരുങ്ങണം. അമ്മയ്ക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. യാഗപീഠത്തിലെ ശബ്ദങ്ങൾ നിലച്ചു പോകാതെ സൂക്ഷിക്കുവാൻ അമ്മയെ ദൈവം വിളിക്കുന്നു. ദാറ്റ് ഈസ് റിയൽ ഹണിമൂൺ. യഥാർത്ഥ ഹണിമൂൺ ഒരു കൂദാശയുടെ സൗരഭ്യവാസനയാണ്. അത് നഷ്ടപ്പെട്ടു പോയാൽ 3 മാസം കൊണ്ട് കാര്യങ്ങളൊക്കെ തീർന്നു പോകും എന്ന് മറക്കരുത്. 2, ഒരല്പം കൂടെ വേഗം പോകാം. ഒരു കുടുംബം കടന്നു പോകുന്ന രണ്ടാമത്തെ കാലം ഡ്രൈ സീസൺ, വരൾച്ചയുടെ കാലം. എന്തുവാ? ഡ്രൈ സീസൺ, വരൾച്ചയുടെ കാലം. ഹണിമൂൺ അങ്ങോട്ട് കഴിഞ്ഞു. ഹണിമൂൺ കഴിഞ്ഞാൽ ഉടനെ അടുത്ത വാക്കുണ്ടാവും. എന്തുവാ? പവർ സ്ട്രഗിൾ. എന്തുവാ? ജോണിച്ചാനാണോ മോളമ്മയാണോ? എന്തുവാ ഇല്ലേ? ഇടയ്ക്കിടയ്ക്ക് ജോണിച്ചാൻ ഇങ്ങനെ, മോളമ്മ ഇങ്ങനെ, അല്ലേ? ഇതാ പവർ സ്ട്രഗിൾ എന്ന് പറയുന്നത്. എന്തുവാ? അധികാരത്തിൻ്റെ വടംവലി അവിടെ ഉണ്ടാകുന്നു. വീട്ടിൽ അല്പം കൂടെ കഴിയുമ്പോൾ 2 വാക്കുണ്ടാവും. എന്തുവാ? ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ്. എന്തുവാ? കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നേ? എന്തുവാ? ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ്. ഇടയ്ക്കിടയ്ക്ക് പത്തനാപുരത്തിന് പോവുക. എന്തുവാ? എന്നാ വരുന്നേ? പറയാം. ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ്. തിരിച്ചു വരാം. വീട്ടിൽ നിന്ന് 3 വാക്കുകൾ നഷ്ടപ്പെട്ടു പോവുക. വീടിനെ നിലനിർത്തുന്നത് 3 വാക്കുകളാണ്. അക്സെപ്റ്റ്, റെസ്പെക്ട്, എൻകറേജ്. എന്തൊക്കെയാ? അക്സെപ്റ്റ്, റെസ്പെക്ട്, എൻകറേജ്. ഈ 3 വാക്ക് വീട്ടിൽ ചലഞ്ചായി മാറുകയാണ് രണ്ടാമത്തെ ഫേസിൽ. ഇവിടെ ഇരിക്കുന്ന ചില വീടുകളിൽ ഇപ്പോഴും ഈ കോൺഫ്ലിക്റ്റ് നിലനിൽക്കുന്നുണ്ട്. എന്തുവാ? അക്സെപ്റ്റ്, റെസ്പെക്ട്, എൻകറേജ്. ഇവിടെ ഒരു സംശയം തോന്നി തുടങ്ങുക. എന്തോ തോന്നേ? ഇപ്പൊ കല്യാണം കഴിച്ചിരിക്കുന്ന ജോണിച്ചാനെയാ. ഇടയ്ക്കിടയ്ക്ക് ഓർക്കുക, ആ പത്തനാപുരത്ത് നിന്ന ജോർജ് കുട്ടിയായിരുന്നു നല്ലതെന്ന്. എന്തുവാ? പക്ഷെ ജോർജ് കുട്ടി സുമതിയേയും കല്യാണം കഴിച്ചിട്ട് അങ്ങ് പോയി. ജോർജ് കുട്ടി ഇപ്പൊ ഇല്ല. ഇടയ്ക്കിടയ്ക്ക് തോന്നുക, ആ രണ്ടാമതൊന്ന് ചെറുക്കനായിരുന്നു നല്ലാമത്. എൻ്റെ ഏതോ കഷ്ടകാലത്തിന് കേട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല, നിങ്ങളാ പറഞ്ഞേ, ഞാൻ പറഞ്ഞിട്ടില്ല. വന്നയാളിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നോക്കുക, അത്രയും മതി അതിനെക്കുറിച്ച്. ഇന്ന് വീട് നേരിടുന്ന 2 വെല്ലുവിളികളിലേക്ക് ഞാൻ പോവുക. കുടുംബം നേരിടുന്ന 2 വലിയ വെല്ലുവിളികൾ: ഡിസ്ട്രാക്ഷൻസ്, ഡൈവേർഷൻസ്. വീടിൻ്റെ വലിയ രണ്ട് ശക്തികളാണ്. ഡിസ്ട്രാക്ഷൻസ്, ഡൈവേർഷൻ. മലയാളത്തിൽ പറയാം. എന്തുവാ ഡിസ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ? അട്രാക്ഷൻ ഉള്ള ആളിൽ നിന്ന് മാറിപ്പോകുന്ന ഡിസ്ട്രാക്ഷൻ. എന്തുവാ? നേരത്തെ ജോണിച്ചാൻ വരുന്നിടം വരെ കാത്തിരിക്കുമായിരുന്നു. ഇപ്പോഴോ കതകിൻ്റെ കുറ്റി എടുത്തിട്ട് അങ്ങ് കിടക്കുക. ഇതാ ഡിസ്ട്രാക്ഷൻ. എന്തുവാ? പിന്നെ ഡൈവേർഷൻ. എന്തുവാ? കേട്ടില്ല. ഇതുവരെ നേരെയാ വന്നേ. ഇപ്പോ ചെറിയ കുട്ടിക്കാലത്തുനിന്ന് കുമളിയിലോട്ട് പോയ വഴി കണ്ടെങ്കിലും കോതമംഗലം റൂട്ട് എടുക്കുക. ചെറുതായിട്ടേ ഒന്ന് മാറി സഞ്ചരിക്കാൻ. ഇനി പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ആണുങ്ങളെക്കുറിച്ച് പറയാം, നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും. ഞാൻ 3 ആഴ്ച മുമ്പേ മുംബൈയിൽ ഒരു സീനിയർ സിറ്റിസൻ്റെ കോൺഫറൻസ് പോയി. 200
വലിയ മനുഷ്യർ ഇരിക്കുക. ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനത്തെ ഡിസ്കഷനിൽ വന്നപ്പോൾ ഒരു 70 വയസ്സുള്ള അപ്പച്ചൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, അച്ഛൻ ഇന്നത്തെ തലമുറയുടെ ജീവിതശൈലി അച്ഛൻ അറിയാവോ? കുറച്ചൊക്കെ അറിയാം. ഒരു കാര്യം പറയാം അച്ചോ, എൻ്റെ മകൻ ഉൾപ്പെടെ 6 മാസം കൂടുമ്പോൾ കമ്പനിയിൽ നിന്ന് 10 പേര് ചേർന്ന് ഇന്റർനാഷണൽ ടൂറിന് പോവാ. എവിടെ പോവാ? അടുത്ത ചോദ്യം എന്നോട്, എന്തിനാ അവർ പോകുന്നതെന്നറിയാവോ? അറിയത്തില്ല. ഭാര്യയും കുഞ്ഞിനെയും കൊണ്ടുപോകുന്നില്ല. ഓ ശരി, എന്താ അച്ചോ കാര്യം? പ്രൗഢമായ സദസ്സായതുകൊണ്ട് ഞാൻ ഉറക്കെ പറയുകയാണത്. ആ ഗ്രാൻഡ് ഫാദർ പറയാണ്, അച്ഛൻ, ദേ ഗോ ഫോർ പ്രോസ്റ്റിറ്റ്യൂഷൻ. അതിൽ ഓർത്തഡോക്സുകാരുമുണ്ട്, മാർത്തോമാക്കാരനുമുണ്ട്. മനസ്സിലായോ കാര്യം? കാര്യം പിടികിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? ഇത് വല്ലാതെ ഡൈവേർഷൻസ് ഉണ്ടാകുന്നൊരു കാലമാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന നിലയിലല്ല വീടുകളുടെ ചുവരുകൾ നിൽക്കുന്നത്. തീർന്നില്ല, നിങ്ങളെക്കുറിച്ചൊരു കുറ്റം പറയാം. കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ ഒരിക്കൽ ഒരു ബയോളജി ടീച്ചർ വന്നു. ബയോളജി ടീച്ചർ ബയോളജി അല്ലേ പഠിപ്പിക്കുന്നത്? പക്ഷെ ടീച്ചറിൻ്റെ ബയോളജി ശരിയല്ല. ടീച്ചറ് രാത്രി 1:30 മണിക്ക് എഴുന്നേറ്റിരുന്നും കൊണ്ട് മൊബൈലിലൂടെ ചാറ്റ് ചെയ്യുക. തൊട്ടടുത്ത് കിടക്കുക 18 വയസ്സുള്ള മകൾ. മിണ്ടിയില്ല. അവൾ അറിഞ്ഞു. ഇഡലി ഉണ്ടാക്കാൻ പോയപ്പോൾ ഈ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ടീച്ചർ 1:30ക്കും 2:00നും ഇടയ്ക്ക് 640 ചാറ്റ്സാ. എത്ര? അതൊന്നും ഓർത്തിരിക്കണ്ട. ആർക്കടിച്ചാന്നറിയോ? ടീച്ചർ സ്ഥിരം പോകുന്ന കോമോസ് ബസ്സിലെ കണ്ടക്ടർ സുരേഷിന്. എന്നെ കുറിച്ചുള്ള ധാരണ മുഴുവൻ പോയി കാണുന്നെങ്കിൽ വേണ്ട. ടീച്ചറെ, സീറ്റ് ഹിയർ, ഇരിക്കൂടെ. ടീച്ചർ ഇങ്ങോട്ട് നോക്കിയേ. ഒരു പാവപ്പെട്ട അച്ഛനല്ലേ ഞാൻ. ഈ കൊച്ചിന് 2 വയസ്സൂടെ കഴിയുമ്പോൾ ഈ കുഞ്ഞിനെ കയ്യെ പിടിച്ച് ഫിലിപ്പ് തരകനച്ഛൻ ഈ പാട്ട് പാടുന്നിടത്ത് കൊണ്ടുവരണ്ടല്ലേ? വാനിന്നുടയോൻ കയ്യാൽ മകുടം. അച്ഛൻ നന്നായിട്ട് പാടുന്ന ആളല്ലേ? അയ്യോ ടീച്ചറെ, എന്തു പറ്റി? ടീച്ചറിന്റെ മറുപടി ഇതാ, അച്ചോ ചാറ്റേ നടന്നിട്ടുള്ളൂ, ചീറ്റൊന്നും നടന്നിട്ടില്ലെന്ന്. കഴിഞ്ഞിടയ്ക്ക് ഞാൻ ചങ്ങനാശ്ശേരി പോയി ഈ കനമുള്ള 10 ചൂരൽ വാങ്ങിച്ചുകൊണ്ട്. ചൂരൽ എന്തിനാണെന്നറിയാവോ? ടീച്ചർ എല്ലാവരും അടിക്കത്തില്ലേ? കൗൺസിലിംഗ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ 2 എണ്ണം കൊടുക്കാനാ ഇത്. ടീച്ചർമാരൊക്കെ ഇവിടെ കാണും കേട്ടോ, എന്നോട് ക്ഷമിക്കണേ. എൻ്റെ ഭാര്യ ഒരു ടീച്ചറാ. ബയോളജി ടീച്ചർമാർ തന്നെ കാണും. ഒന്നും ചിന്തിക്കണ്ട. വീടിൻ്റെ ഉള്ളിൽ രഹസ്യങ്ങൾ വർദ്ധിക്കുന്നു. The secrets within the house is tremendously increasing. വീട് രഹസ്യങ്ങളുടെ കലവറയായി മാറുകയാണ്. ഞാൻ ഇങ്ങനെ പറയാം, വീട്ടിൽ നടക്കേണ്ട 3 വാക്കുകൾ, അമ്മ ചെയ്യേണ്ട 3 വാക്കുകൾ. അമ്മേ, വീടിൻ്റെ പരിപാലനം, വീടിൻ്റെ പരിപോഷണം, വീടിൻ്റെ വിശ്രമം, ഇത് 3ഉം ഒരമ്മയിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു വീടിൻ്റെ പരിപാലനം, ഒരു വീടിൻ്റെ പരിപോഷണം, ഒരു വീടിൻ്റെ വിശ്രമം. ഇനി 2ാമത്തെ പോയിന്റിൽ ഓർത്തിരിക്കാൻ ഞാൻ ആദ്യം പറഞ്ഞൊരു വാക്കുണ്ട്. എന്തുവാ? വീടിൻ്റെ, അതൊന്നും മറക്കരുത്, വീടിൻ്റെ യാഗപീഠത്തിലെ ശബ്ദങ്ങൾ തീർന്നു പോകാതിരിക്കാൻ അമ്മ. 2ാമത്തെ അമ്മയുടെ ഉത്തരവാദിത്വം. ഇച്ചിരി പരിചയമില്ലാത്തൊരു വാക്കായിരിക്കും, എന്നാലും ഞാൻ ഉപയോഗിക്കുക. വീട് പ്രാക്ടീസ് ചെയ്യണം. 2ാമത്തെ വാക്ക്
ഇമോഷണൽ സ്റ്റുവർഡ്ഷിപ്പ്. വികാരങ്ങളുടെ കാര്യവിചാരകത്വമാണ് ഈ നാളിൽ വീടിന്റെ ബലം. ഹല്ലേലൂയ. ഇമോഷണൽ സ്റ്റുവർഡ്ഷിപ്പ്. വാക്ക് പിടികിട്ടിയോ നിങ്ങൾക്ക്? പിടികിട്ടിയോ? കിട്ടിയെന്നോ ഇല്ലെന്നോ? ഒരു വാക്കൂടെ ഞാൻ വിശദീകരിച്ച് പറയട്ടെ. എന്തുവാ ഇമോഷൻസ് എന്ന് പറഞ്ഞ? വികാരം. എത്ര വികാരം നമ്മുടെ വീട്ടിലുണ്ട്? കണ്ടുപിടിക്കാൻ പ്രയാസം. അച്ഛനോടൊക്കെ കാണിക്കുന്നത് കണ്ടാൽ പല വികാരങ്ങളുണ്ട് അല്ലേ? 3 വികാരമേ ഉള്ളൂ മനഃശാസ്ത്രത്തിന്റെ ഭാഷയിൽ. ഇങ്ങനെയാണ്: ഗ്ലാഡ്, സാഡ്, മാഡ്. എന്തുവാ? പെട്ടെന്ന് പിടിച്ചില്ല അത്. ഗ്ലാഡ്, സാഡ്, മാഡ്. ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈ കോൺഫറൻസിന് വരുന്നതിന് മുമ്പേ വീട്ടിൽ ഇപ്പൊ ഓവർഫ്ലോ ചെയ്യുന്ന വികാരം ഏതാ? അത് മനസ്സിലായി. നീ കോൺഫറൻസ് കഴിഞ്ഞ് ചെല്ലുമ്പോഴോ ഗുണമുണ്ടായച്ചു? വ്യത്യാസമായി. മാഡായിട്ടാ വന്നേ. തിരിച്ചു പോകുന്നത് 2000 പേർക്ക് ശാപ്പാട് കൊടുത്തത് നന്നായി. കാരണം ഇങ്ങോട്ട് നോക്കി അമ്മേ, ഒരു വികാരവും ഓവർഫ്ലോ ചെയ്യാനിടയാകരുത്. കല്യാണത്തിൽ ഞങ്ങൾ കല്യാണം കഴിപ്പിക്കുമ്പോൾ പറയും 3 വാക്ക്. നിങ്ങൾക്ക് ലഭിക്കുന്ന പണം, സമയം, കഴിവ്. അവിടെ നിർത്തി. ഞാനൊരു പുതിയ വാക്കൂടെ ചേർക്കുക. പണം, സമയം, കഴിവ്, വികാരങ്ങൾ എന്നിവയിൽ കാര്യവിചാരകരായിരിക്കണം. പ്രായവ്യത്യാസമൊന്നും അതിന് ബാധമല്ല കേട്ടോ. 55 ആയാലും ചിലപ്പം സുരേഷ് അമ്മമ്മ കാണാൻ രസമുണ്ടല്ലോ. അച്ഛൻ ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. തീർന്നു, പരിപാടി കഴിഞ്ഞു. ഇന്നലെ എടുത്തുകൊണ്ട് വന്ന സാരി സുരേഷ് പിന്നെ എല്ലാ കടയിലും കയറി ഇറങ്ങും. എന്തുവാ മെനഞ്ഞാന്നിട്ട് കൊണ്ടുവന്ന മാല അങ്ങ് പോവാ. മാർത്തമറിയം സമാജംകാരെ, ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും ഭക്തരെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഒരു വാക്കുകൂടെ വേണം. ഭക്തര് മാത്രം പോരാ, ഭക്തരെല്ലാം ശക്തരായിരിക്കണം. ഒന്ന് കൈയടിച്ചു മുറുകി. ഭക്തരായ മാത്രം പോരാ, ശക്തരായിരിക്കണം. ഈ സഭ ശക്തിയുള്ളൊരു സമൂഹത്തെ ബിൽഡ് ചെയ്യാൻ കഴിയണം. നമുക്ക് അധിക സമയമില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും വികാരം കാര്യവിചാരകത്വത്തിനപ്പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ടോ? ഈ കോൺഫറൻസിലെ നാളത്തെ ഉച്ചയ്ക്കലത്തെ സെഷന് മുമ്പേ ഇവിടെ മുട്ടുകുത്തി ഒരു സ്ലീബ വരച്ച് എന്നെയും എൻ്റെ വികാരങ്ങളെയും ഞാൻ എൻ്റെ കർത്താവിന് മുമ്പിൽ കാര്യവിചാരകത്തിനായി സമർപ്പിക്കുന്നു എന്ന് പറയുവാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. അമ്മേ, പ്രാക്ടീസ് ഇമോഷണൽ സ്റ്റുവർഡ്ഷിപ്പ്. ഒരു വികാരവും എന്നെ തകർത്ത് കളയുവാൻ ഇടയാകരുത്. ഉള്ളിലുള്ള വികാരം എന്തുവാ? എനിക്ക് ഒരു വികാരമേ ഉള്ളിലുള്ളൂ. എന്താ? ദ ഇമോഷൻ ഓഫ് ഗ്രേസ്. കൃപയുടെ വികാരം, സ്തുതിയുടെ ശബ്ദം. ഹല്ലേലൂയ. ഉള്ളിൽ കൃപയുടെ വികാരങ്ങളും അത്തരത്തിൽ സ്തുതിയുടെ ശബ്ദങ്ങളുമായിരിക്കുമ്പോൾ ഒരു വീട് വീണ്ടെടുക്കപ്പെട്ട വീടായി തീരുവാൻ കഴിയും. ഞാൻ പറഞ്ഞ 2 വാക്കുകൾ മനസ്സിലായി. അമ്മ യാഗപീഠത്തിലെ ശബ്ദങ്ങൾക്ക് നിൽക്കണം. 2 ഇമോഷണൽ സ്റ്റുവർഡ്ഷിപ്പ്. നമുക്കൊരു 2-3 കൊച്ചു കാര്യങ്ങളുണ്ട്, മുമ്പോട്ട് പോകാം. 3 ദ വിന്റർ സീസൺ ഓഫ് ഫാമിലി ലൈഫ്. കുടുംബം കടന്നു പോകുന്ന ശീതകാല അവസ്ഥകൾ.
ശീതകാലാവസ്ഥകൾ. അപ്പോൾ വീടിന് എന്ത് സംഭവിക്കുന്നറിയാമോ? ഈ സമയത്താ തോന്നുന്നേ, ഫീൽ ലൈക്ക് ദ എൻഡ് ഓഫ് ദ റോഡ്. എൻ്റെ വീട് മിക്കവാറും തീർന്നു പോകാൻ പോവുക എന്ന് വെച്ചാൽ ഇനി മുമ്പോട്ട് പോകാൻ സാധ്യത എല്ലാം അങ്ങ് തണുത്തുപോയി, മരവിച്ചുപോയി. അവസാനത്തിലേക്ക് ഞാൻ എത്തുന്നു എന്നൊരു തോന്നലുണ്ടാകുക. അപ്പോൾ എന്തോ ചെയ്യുന്നറിയോ? മറച്ചു വച്ചിരുന്നതെല്ലാം പുറത്തേക്ക് വരും. അവിടെ ഒരു പുതിയ വാക്കുണ്ടാവും. വി മാറി ഐ ഉണ്ടാകും. എന്തുവാ? ഞങ്ങളില്ല, പിന്നെ ഞാനേ ഉള്ളൂ. ആഴമായ സ്നേഹം ഒരോർമ്മ മാത്രമായി വരും. ചിലരൊക്കെ, ഇവിടെ ഇരിക്കുന്ന ചിലരൊക്കെ ഈ വഴിയിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടാകും. എല്ലാ സ്നേഹവും തണുത്തു പോകുന്നു എന്ന് തോന്നുന്ന ഇടം. ഇവിടെ അമ്മയുടെ ഉത്തരവാദിത്വം. ഒരു വാക്ക് ഏറ്റവും പുറകിലിരിക്കുന്നവിടെ നോക്കിയേ. അമ്മയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്തറിയാമോ? മദേഴ്സ് ആർ ബാലൻസ് കീപ്പേഴ്സ് ഓഫ് ദ ഹോം. ഒരമ്മ വീടിന്റെ സന്തുലിതാവസ്ഥകൾക്ക് നടുവിൽ നിൽക്കേണ്ടയാളാണ്. ബി എ ബാലൻസ് കീപ്പർ ഓഫ് ദ ഹോം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കല്യാണം കഴിപ്പിക്കുമ്പോഴും അവരെ പറഞ്ഞു വിടേണ്ടത് ഇങ്ങനെയാ. എന്തുവാ? അവരെ എങ്ങോട്ടാ വിടുന്നേ? മോളെ, ചെല്ലുന്ന വീടിന്റെ ബാലൻസ് നീ തെറ്റിച്ച് കളയല്ലേ. ഒരു ബാലൻസ് കീപ്പർ ആയിരിക്കണമെങ്കിൽ പേഴ്സണാലിറ്റിയിൽ 3 വാക്കുകൾ കയ്യിലുണ്ടായിരിക്കണം. നിങ്ങളുടെ കയ്യിലുള്ള 3 വാക്ക് ഞാൻ പറയാൻ പോവാ. 1, ടോളറൻസ്, സഹനം. 2, സെൽഫ് കൺട്രോൾ, ആത്മനിയന്ത്രണം. 3, സെൽഫ് ഡിനയൽ, എന്തുവാ? ആത്മത്യാഗം. എന്നൂടെ പറയാം. എന്തുവാ? ഞാൻ പറയുന്നത് കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? എന്തൊക്കെയാ? ടോളറൻസ് എന്ന് പറഞ്ഞാൽ സഹനം, പിന്നെ സെൽഫ് കൺട്രോൾ, ആത്മനിയന്ത്രണം. ഓരോ കൊച്ചു കാര്യം പറയാം, വളരെ ചെറിയ, പെട്ടെന്ന്. ടോളറൻസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? അതല്ലേ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്, സഹിക്കുക എന്ന്. എത്രയും സഹിക്കാൻ പറ്റും? ദൈവം തമ്പുരാൻ ഇവർക്കൊക്കെ കൊടുത്തിരിക്കുന്ന സന്മനസ്സിന് മുമ്പിൽ തലകുനിക്കുകയാണ്. എന്തെല്ലാം പറഞ്ഞാലും എന്താ പറഞ്ഞാലും. പക്ഷേ നിങ്ങളുടെ മക്കൾ അങ്ങനല്ല. അന്നോ സഹനം എന്ന വാക്കിനൊരു അർത്ഥം പറയാം. അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാനുള്ള കഴിവാണ് സഹനം. The environment is not at all conducive, but I withstand. സാഹചര്യം അനുകൂലമല്ല, എന്നാൽ ഞാൻ നിങ്ങളെ നോക്കിയില്ലല്ലേ, ഇങ്ങനെ നേരെ ഒന്ന് സംസാരിക്കുന്നുണ്ട്. സാഹചര്യം അനുകൂലമല്ല, എന്നാൽ ഞാൻ ഒരു കൊച്ചു കാര്യം. ഒരു വീട്ടിൽ കല്യാണം കഴിഞ്ഞു. മരുമകൾ വീട്ടിൽ വന്ന് 6-ാം ദിവസം വാഷ്റൂമിൽ പോയി. നേരം വെളുത്തപ്പോൾ പേസ്റ്റ് നോക്കി, കാണുന്നില്ല. അപ്പൊ അച്ഛനോട് ചോദിച്ചു, പേസ്റ്റ് എവിടാ? പുള്ളി ചിരിച്ചോണ്ട് പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞില്ലെന്നുള്ളതേ ഉള്ളൂ, ഇവിടെ ഒരു വാഷ്റൂമിലും പേസ്റ്റ് കാണത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ ഒരു രീതിയുണ്ട്. ഞങ്ങൾ 3 മക്കളല്ലേ, രാവിലെ 6:45 ഞങ്ങൾ 3 പേരും ഉണരും. ബ്രഷ് എടുത്തും കൊണ്ട് താഴത്തെ നിലയിൽ അമ്മയുടെ ഇരിക്ക് ചെല്ലും. കോൾഗേറ്റ് കമ്പനിക്കാരൻ പേസ്റ്റ് ഉണ്ടാക്കിയെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ മമ്മിയാന്ന് പറഞ്ഞു. ശരി, അങ്ങനെ. ഞങ്ങളുടെ വീട്ടിൽ പക്ഷെ അങ്ങനല്ല. 3 വാഷ്റൂമുണ്ട്, 4 ഒരെണ്ണം സ്റ്റോറി വെച്ചിരിക്കുക. പെൺകുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല. മമ്മിയെ വിളിച്ചു. എന്നാ ചെയ്യണം? മക്കളെ, 12 സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങിയാൽ നിനക്കും മമ്മിയുടെ ഇരിക്കൽ എത്താം. നമ്മുടെ മക്കളൊക്കെ മേലോട്ട് കയറാനേ പഠിച്ചിട്ടുള്ളതുകൊണ്ട് ബാക്കി പറഞ്ഞു. പാടായിരിക്കും. സമ്മതിച്ചില്ല അവള്. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അമ്മ ഇങ്ങനൊരു വാചകം പറഞ്ഞു, മക്കളെ ഒരു കാര്യം ചെയ്യ്, നീ അധികം പിണങ്ങണ്ട, കല്യാണത്തിൻ്റെ ആൽബം കിട്ടുന്നത് വരെയെങ്കിലും അവിടെ പിടിച്ചു നിൽക്കാൻ പറഞ്ഞു. എന്താ പറഞ്ഞേ? കല്യാണത്തിൻ്റെ
എന്ന് കിട്ടും ആൽബം? കേട്ടില്ല. 1.5 മാസം. മാർത്തോമാക്കാരൻ്റെ ഓർത്തഡോക്സുകാരൻ്റെയും കല്യാണത്തിന്റെ ആയുസ് ഇത്രയേ ഉള്ളൂ. എത്രേ? തിരുവല്ലൂരിലും കേൾക്കു വെച്ചാ ഞാൻ പറയുന്നേ, കേക്കട്ടെ. ഇത്രയേ ഉള്ളൂ ആയുസ്. ഈ പെൺകുട്ടിയുടെ പ്രശ്നം എന്തുവാ? താഴോട്ട് ചോദ്യം ഇതാ, എൻ്റെ വീട്ടിലെ പ്രാക്ടീസ് ആണോ? ഞാൻ ഈ പ്രീമാറ്റിൽ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു വാക്കുണ്ട്, മക്കളെ, നടുവേദന ഇല്ലെങ്കിൽ കേട്ടില്ല, താഴോട്ട് ഇറങ്ങി പോണം. പറ്റുമോ മക്കളെ? നോക്കട്ടെ. ഞാൻ കല്യാണം കഴിപ്പിക്കുമ്പം ഒരല്പം ധന്വന്തരം കൂടെ കൊടുത്തു വിട്ടേക്കണം മോക്ക്, കേട്ടോ. പിടികിട്ടില്ല. ഇച്ചിരി ഗൗരവമുള്ള ആളൂടാ ഞാൻ. ടോക്കിംഗ് സീരിയസ്ലി. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് പറയാറുണ്ട്, മക്കളെ, വിവാഹം 1000 പ്രാവശ്യം തോൽക്കാനുള്ള വിളിയാണ്. ജയിക്കാൻ വേണ്ടി ആരും കല്യാണം നടത്തണ്ട. തോൽക്കാനുള്ള വിളിയാണ് വിവാഹം. സ്റ്റെപ്പിംഗ് ഡൗൺ. രണ്ടാമത്തെ വാക്ക് സെൽഫ് കൺട്രോൾ. എന്തുവാ? മക്കൾക്ക് അല്പം കൂടെ ആത്മനിയന്ത്രണം വേണം എന്ന് പറഞ്ഞാൽ എന്തുവാ? പുതിയ വീട്ടിൽ വന്ന മരുമോള് മീൻകറി വെക്കാൻ പറഞ്ഞു. ഇന്നത്തെ കൊച്ചുങ്ങളോട് ഞാൻ ചോദിക്കും, മീൻകറി വെക്കാൻ അറിയോ? ഒരെണ്ണത്തിനും മീനെന്ന് പറഞ്ഞാൽ അറിയത്തില്ല, പിന്നെ ഞാൻ ഫിഷ് എന്ന് പറയും. പോട്ടെ, അറിയണമെന്നില്ല. കാരണം എന്താ? അമ്മാച്ചനുണ്ട് എവിടെ? യൂട്യൂബിൽ. യൂട്യൂബിൽ അമ്മാച്ചൻ പറഞ്ഞു കൊടുത്തോളും. അങ്ങനെയല്ലേ ചോദിച്ചാൽ ഇവിടെയൊക്കെ പറയുന്നത്? ഞങ്ങളുടെ നാട്ടിൽ എങ്ങനെയാ? അമ്മാച്ചന്മാരാ യൂട്യൂബിൽ ഇരുന്ന് വർത്താനം പറയുന്നതാണ്. അങ്കിള്. ശരി, യൂട്യൂബ്. വീട്ടിൽ ചെന്നു, മീൻകറി വെച്ചു. അമ്മായിമ്മ പറഞ്ഞു, ഭയങ്കര പുളിയായി പോയല്ലോ മോളെന്ന് പറഞ്ഞു. എന്താ പറഞ്ഞു? മക്കൾ 3 തരത്തിൽ പ്രതികരിക്കും. ഒന്നാമത്തെ പ്രതികരണം, ചിലർ ചട്ടിയും പൊട്ടിച്ചിട്ട് പത്തനാപുരത്തിന് പോവും. ഒന്നാമത്തെ കൂട്ടർ. രണ്ടാമത്തെ കൂട്ടർ പറയും, ഇനി അമ്മായിമ്മ നിൽക്കുന്ന അടുക്കളയിൽ. ഇതെല്ലാം പഠിച്ചു വെച്ചിരിക്കുകയാണല്ലോ. ബാക്കി ഇവർ പഠിപ്പിക്കുന്നുണ്ട് ഇവരെ, അല്ലേ? എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ ഈ പാചകങ്ങളെ പഠിപ്പിക്കും. മൂന്നാമത്തെ കൂട്ടർ പറയും, മമ്മി, എനിക്കും അങ്ങനെ തോന്നി. എന്തു തോന്നി? അപ്പൊ അമ്മായിമ്മ എന്തോ പറയും? മക്കൾ വിഷമിക്കണ്ട, ഞാൻ 50,000 മീൻകറി വെച്ചതല്ലേ, ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ്. ആരാ? പിണറായി വിജയനല്ല. അമ്മി പറയാ, ഇപ്പൊ ശരിയാക്കി തരാം. മമ്മി 2 സാധനം അങ്ങോട്ട് ഇട്ടു. 12:50 മരുമോടയിലോട്ട് പാത്രം കൊടുത്തു. വിളമ്പിക്കോളം പറഞ്ഞു. വിളമ്പിയപ്പോൾ എല്ലാവരും മരുമോളെ നോക്കിയിട്ട് പറഞ്ഞു, സൂപ്പറായിരിക്കും. അമ്മായിമ്മ പറഞ്ഞില്ല. എന്തുവാ? എന്തോ 2 വാക്ക് മനസ്സിലാക്കണം. പുതിയ വീട്ടിൽ ചെല്ലുമ്പം ടെസ്റ്റ് ബിൽഡ്സ് ട്രസ്റ്റ്. ഒരു പുതിയ വീട്ടിൽ ചെല്ലുമ്പം ഞാനിപ്പോൾ പിള്ളേരെ പറഞ്ഞു കൊടുക്കും, 200 പേജിലുള്ളൊരു ബുക്കും 2 മഷിയുള്ള പേനയും വാങ്ങിച്ചുകൊണ്ട് വേണം കല്യാണത്തിന് മുമ്പേ റെഡിയാക്കി വെച്ചേക്കണം വീട്ടിൽ ചെല്ലാൻ. എന്തിനാ? അമ്മായിയമ്മ ഇടുന്ന എല്ലാ പരീക്ഷയും നിങ്ങൾ കൃത്യമായി പാസ്സാകണമെന്ന് നിർബന്ധമില്ല. അത് അമ്മായിമാരുടെ മിടുക്ക്. തോക്കുന്നതാ അമ്മായിമാർക്ക് ഇഷ്ടം. അവൾ പരീക്ഷ എഴുതി അങ്ങ് തോറ്റല്ലോ. തോറ്റാൽ അമ്മായിയമ്മയ്ക്ക് ഇഷ്ടം, ജയിച്ചാലോ പോട്ടെന്ന് വരും. മക്കളെ പറഞ്ഞ് ഒരു കാര്യം ബോധ്യപ്പെടുത്തി വിടണം, മക്കളെ, അമ്മായിയമ്മയിടുന്ന എല്ലാ പരീക്ഷയും എന്തോ ഇന്ന് വീട്ടിൽ ചെന്ന് 200 പേജിലെ ബുക്കും 2 പേനയും വാങ്ങിച്ചു വെച്ചേക്കണം. എന്തിനാ? മോളെ കല്യാണം കഴിപ്പിക്കുമ്പോൾ കൊടുത്തു വിടാനാ. എന്തിനാ? ടെസ്റ്റ് ബിൽഡ്സ് ട്രസ്റ്റ്. ബാക്കി ആ വാക്ക് ഞാൻ അവിടെ നിൽക്കട്ടെ. ഇന്ന് വീട് നേരിടുന്നൊരു വെല്ലുവിളി, വീട് ശീതകാലത്തിൽ. നിങ്ങളുടെ മക്കൾ കുറേ പേർ വിദേശത്തില്ലേ? ഇന്ന് വിദേശത്ത് നമ്മുടെ മക്കൾ നേരിടുന്ന ഒരു കൊച്ചു കാര്യത്തെ കൂടെ സൂചിപ്പിക്കാം. ഉദാഹരണം പറഞ്ഞു പോകാനല്ല, എനിക്ക് അച്ഛൻ പറഞ്ഞ സമയത്തിനുള്ളിൽ 10 മിനിറ്റൂടെ ഞാൻ നിർത്തും. ഊണ് സമയത്തിന് കഴിക്കണം നമുക്ക്, ഇല്ലേ? അതെ, തിരിച്ചു വരാം. ഈ അടുത്ത സമയത്ത് തിരുവനന്തപുരത്ത് വെച്ച് ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഒരു ചെറുപ്പക്കാരനെ ഞാൻ കണ്ടു.
അവൻ നാട്ടിൽ വന്നത് ഒരു കാരണത്തിന് വേണ്ടിയാ. കല്യാണം കഴിച്ചു. ഓസ്ട്രേലിയ മെട്രോ സർവീസിൽ ഒരു മാസം 9 ലക്ഷം രൂപ ശമ്പളം കിട്ടും. എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാ. ഭാര്യയ്ക്കും വലിയ കുഴപ്പമില്ല. ഇന്ത്യയിലെ രൂപ അനുസരിച്ച് 4.5 കോടി രൂപയുടെ ഒരു വില്ല വാങ്ങിച്ചു. 8 വയസ്സുള്ളൊരു കുഞ്ഞുമുണ്ട്. ഇവൻ എന്തിനാ വീട്ടിൽ വന്നറിയോ? പപ്പായോടും മമ്മിയോട് ഒരു കാര്യം പറയാനാ. ഡാഡി, എനിക്കിനിയിപ്പോൾ ഇവിടെ ഇവളുടെ കൂടെ താമസിക്കാൻ അത്ര ഇൻട്രസ്റ്റ് തോന്നുന്നില്ല. ഒരു 10 കിലോമീറ്റർ അപ്പുറത്ത് ഒരു വീട് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് മാറുക. എന്നെ പറ്റിയിടാ മോനെ? നീ അങ്ങനെയൊന്നും അല്ലല്ലോ വളർന്നേ. എനിക്ക് 2 കമ്പൽഷൻ ഇവളിൽ നിന്നുണ്ടാവുക. ഒന്നാമത്തെ കമ്പൽഷൻ, ഞായറാഴ്ചകളിലെല്ലാം കൃത്യമായി പള്ളിയിൽ പോകണം. രണ്ടാമത്തെ കമ്പൽഷൻ, ഈവനിങ്ങിലെ ഫെലോഷിപ്പിൽ കൃത്യമായി ഫാമിലിയായി പോകണം. ടോട്ടൽ ഡിസ്റ്റർബൻസാ. ഞായറാഴ്ചയാണ് എൻ്റെ വഴിയിലൂടെയുള്ള യാത്രകൾക്ക് സമയം കിട്ടുക. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. നിങ്ങളുടെ മകനിൽ ഒരാൾ എന്നോട് പറഞ്ഞൊരു വാചകം നിങ്ങളെ ഞാൻ ബോധിപ്പിക്കാം. അച്ഛൻ, നൗ ഐ ആം 40, ഐ വാണ്ട് ടു സെലിബ്രേറ്റ് മൈ ലൈഫ്. ഈ പറഞ്ഞതൊരു ഓർത്തഡോക്സുകാരനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിക്കണം. നൗ ഐ ആം 40, എനിക്ക് 40 വയസ്സുണ്ട്. ഐ വാണ്ട് ടു സെലിബ്രേറ്റ് മൈ ലൈഫ്. വീട് എവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? 10-14 ലക്ഷം രൂപ ഒരു മാസം കയ്യിൽ കിട്ടിയാൽ 40 വയസ്സാകുമ്പോൾ നമ്മുടെ മക്കളുടെ മനോഭാവം എന്താണെന്നറിയാവോ? ഞാൻ ആ പെൺകുട്ടി ഓസ്ട്രേലിയയിൽ നിന്ന് വിളിക്കുമ്പോൾ അവളെ ഞാൻ കൈകൂപ്പി എന്നുകൊണ്ട് പറയും, അച്ഛാ, ആ മനുഷ്യൻ ആരാണെന്നറിയാവോ? 2-3 ദിവസം സുബോധമില്ലാതെ വീട്ടിൽ കിടക്കും. പിന്നെ വണ്ടി എടുത്തുകൊണ്ട് പോവും. 3 ദിവസം കഴിഞ്ഞേ തിരിച്ചു വരത്തുള്ളൂ. അയാൾ എവിടെ പോവുകയാണെന്നും ആരുടെ കൂടെയാണ് ഉറങ്ങുന്നതെന്നും എനിക്ക് നന്നായി അറിയാം. ആ പെങ്കൊച്ച് അടുത്ത വാചകം പറയാണ്, അച്ഛൻ, ഫോർ ദ ലാസ്റ്റ് 10 years ഒരു സ്ലീവ വെച്ചിരിക്കുന്ന, പരിമല തിരുമേനിയുടെ ഫോട്ടോ വെച്ചിരിക്കുന്ന ഒരു മുറിയുണ്ട് അച്ഛാ എനിക്ക്. ഞാൻ അവിടെ എല്ലാ ദിവസവും മുട്ടുകുത്തി നിൽക്കും. കർത്താവേ, ഈ മനുഷ്യനെ എനിക്ക് തിരികെ തരണമേ. ആ പെൺകുട്ടി എന്നോട് പറഞ്ഞൊരു വാചകമുണ്ട്. തീർന്നില്ലല്ലോ, ഞാൻ കൗൺസിലിംഗ് കഴിഞ്ഞു. 1.25 മണിക്കൂർ കഴിഞ്ഞിട്ട് അപ്പനും അമ്മയും ഇവിടെ നിൽക്കുക. മോനെ, എൻ്റെ അനിയൻ്റെ പ്രായമുള്ളൂ നിനക്ക്, നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു ചോദ്യത്തിന് ഉത്തരം എന്നോട് പറയാം. ഈ അച്ഛൻ 1.25 മണിക്കൂർ നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ? ശേഷം നീ എങ്ങോട്ടാണ് തിരികെ പോവുക? അവൻ പറഞ്ഞൊരു വാചകമുണ്ട്, അച്ഛൻ, ഞാൻ എൻ്റെ പഴയ വീട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോവുകയാണ്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ പഴയ വീട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോവുകയാണ്. അമ്മേ, നീ കൈകൂപ്പുന്നിടത്തും, നീ മുട്ടുമടക്കുന്നിടത്തും, നിന്റെ മകൾ മുട്ടിന്മേൽ നിൽക്കുന്നിടത്തും ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. വീട് മനസ്സിലായോ? വീട് ഇങ്ങനെ പോവുക. എന്തുവാ? ഒറ്റയ്ക്ക് ആഘോഷിക്കാൻ. അമ്മയ്ക്ക് ഉത്തരവാദിത്വം എന്താണെന്നറിയാമോ? ഇവിടെ ഞാനൊരു വാക്ക് പറയാ, വീടിൻ്റെ ഒരുമിച്ചുള്ള ആഘോഷങ്ങൾക്ക് കൂട്ടു നിൽക്കേണ്ടവളാണ് അമ്മ. ഹല്ലേലൂയ. വീടിൻ്റെ ഒരുമിച്ചുള്ള ആഘോഷങ്ങൾക്ക് കൂട്ടു നിൽക്കാനാണ് അമ്മയെ വിളിച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങളെ ഒരു പ്രൈസ്തലോട് പറഞ്ഞ് അഭിനന്ദിക്കട്ടെ. ഇത്രയും നാൾ നിങ്ങൾ നിന്നത്, നിങ്ങളുടെ വീട്ടിൽ ഒറ്റയ്ക്ക് ആഘോഷിക്കാൻ ആരെങ്കിലും തുടങ്ങുമ്പോൾ ഒരുമിച്ച് ആഘോഷിക്കാൻ അവരെ ചേർത്ത് നിർത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? നിങ്ങളുടെ വലതു കൈ ഒന്ന് ഉയർത്തിക്ക്. കർത്താവിനൊരു സ്തോത്രം പറഞ്ഞേ. കർത്താവേ, ഈ വലങ്കരം കൊണ്ട് ഞങ്ങളുടെ വീടുകളെ ചേർത്ത് നിർത്തുവാൻ, ഒരാഘോഷം വീട്ടിലില്ലാതെ പോകാൻ അനുവദിക്കാതിരിക്കുവാൻ ദൈവകൃപ നൽകിയല്ലോ കർത്താവേ. ഞാൻ നിങ്ങളെ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. നിങ്ങളുടെ കൂപ്പുകൈകളായിരിക്കാം വീടിനെ തിരികെ കൊണ്ടുവരുവാൻ ബലപ്പെടുത്തിയത്. അമ്മേ, വീടിൻ്റെ ആഘോഷങ്ങളൊന്നും മാറിപ്പോകാതിരിക്കാൻ വലിയ ഉത്തരവാദിത്തത്തിലേക്ക് അമ്മ തിരിച്ചു വരണം. ഒരു വാക്ക്, ഒരു ധ്യാന വാക്ക് പറയട്ടെ. അമ്മ ഇവിടെ എന്തോ ചെയ്യേണ്ടെന്നറിയാമോ? ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസസ്.
ഒരു വീട്ടിൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസസ്, നന്ദി പറയുന്നത് നിർത്താതെ ഇരിക്കേണ്ടവളാണ് അമ്മ. ആരാധനയും സ്തോത്ര പ്രാർത്ഥനയും നോമ്പ് പ്രാർത്ഥനയുമല്ല, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസസാ. ഈ ഒരു വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഒരു വീട്ടിൽ ആനന്ദം ഉണ്ടാകുന്ന എപ്പോഴാണെന്നറിയോ? പങ്കിടാനും പരിഹരിക്കാനും കഴിയാത്തവയെ പ്രാർത്ഥനാ വിഷയമാക്കുമ്പോൾ വീട് ആനന്ദിക്കും. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, എന്തുവാ? പങ്കിടാനും പരിഹരിക്കാനും കഴിയാത്തവയെ പ്രാർത്ഥനാ വിഷയമാക്കുമ്പോൾ വീട് ആനന്ദിക്കും. അമ്മയുടെ സ്പിരിച്വൽ എക്സസൈസ് നിന്നു പോകാതിരിക്കാൻ ഗൗരവതരമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. 2 എനിക്കൊരു 5 മിനിറ്റ്സ് കൂടെ മതി. 4-ാമത്തെ വാക്ക്, റെയിനി സീസൺ, വീടിൻ്റെ വർഷകാലങ്ങൾ. വീട്ടിൽ വർഷകാലം വരുമ്പോൾ 2 വാക്ക് വീട്ടിലുണ്ടാകും: ബ്രേക്കിംഗ് പോയിന്റ് ഓർ ബ്ലെസ്സിംഗ് പോയിന്റ്. ഒന്നുകിൽ വീട് തകർന്നു പോകും, ഇല്ലെങ്കിൽ വീട് അനുഗ്രഹത്തിലേക്ക് മടങ്ങി വരും. എല്ലാ വർഷകാലവും വീടിൻ്റെ മേൽ 2 ചോദ്യങ്ങളാ. എന്തുവാ? ബ്രേക്കിംഗ് പോയിന്റ്. നിങ്ങൾ ക്ഷീണിച്ചോ? ഇങ്ങോട്ട് നോക്കിക്കേ. പ്രസംഗം എപ്പോഴാണ് നിർത്തേണ്ടതെന്ന് അറിയാമോ? മനഃശാസ്ത്രം പഠിച്ചിട്ടുണ്ട് ശരി. ഞാൻ നിങ്ങളുടെ കണ്ണിൻ്റെ കൺപോളയുടെ ലെവല് 60% താഴോട്ട് വരുമ്പോൾ പ്രസംഗം ഇപ്പൊ എത്ര ശതമാനമുണ്ട്? തിരിച്ചു വരാം. റൈറ്റ്. നിങ്ങൾ എന്നോട് ചേർന്ന് സഹകരിക്കുന്നതിൽ ദൈവത്തിന് നന്ദി. നോക്കിയേ, വീട് എങ്ങോട്ട് പോകും? ബ്രേക്കിംഗ് പോയിന്റ്, ബ്ലെസ്സിംഗ് പോയിന്റ്. ആ വീട്ടിൽ എന്തൊക്കെ ഉണ്ടാകുന്നറിയാമോ? വീട് ഒരു ഡിസിഷനിലേക്ക് വരേണ്ട സമയമാ. തീരുമാനങ്ങൾ. എന്തൊക്കെ തീരുമാനങ്ങളാ? വീട് 3-4 കാര്യങ്ങളിലേക്ക് പോകും. ഒന്നുകിൽ കുറെ പേർ വീടിനെ കുറെ സമയം ഉപേക്ഷിക്കുന്നു, വീടിനെ വിട്ടുപോകുന്നു. വീട്ടിൽ കലഹം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സ്വയ സംരക്ഷണത്തിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. ഇവിടെ ഒരു വാക്ക് അമ്മ സൂക്ഷിക്കണം. വൻമഴ ചൊരിയുമ്പോൾ വീട്ടിൽ അമ്മ ആരായിരിക്കണം എന്നറിയാം? വീടിൻ്റെ രക്ഷകരായിരിക്കാനുള്ള വിളിയാണ് വൻമഴയിൽ അമ്മയ്ക്കുള്ളത്. ഇന്ന് വീട്ടിൽ രക്ഷകരുടെ എണ്ണം കുറയുന്നു. എന്തുവാ? വീടിനെ രക്ഷിക്കാൻ ആളില്ല. എല്ലാ അമ്മമാരിഞ്ഞോട് നോക്കിയാൽ നിങ്ങളെക്കുറിച്ചൊരു സ്തോത്രം പറയാൻ പോവാ. വൻമഴ ചൊരിഞ്ഞാൽ, കാറ്റടിച്ചാൽ വീട് പാറമേൽ അടിസ്ഥാനപ്പെട്ടാൽ എങ്ങനെ നിൽക്കും? നേരെ നിൽക്കും. ഇങ്ങോട്ട് നോക്കിക്കേ, അമ്മ ആരായിരിക്കണം? ഇനി ഞാനൊരു കൊച്ചു വാക്ക് പറയാം. എല്ലാ രക്ഷകർക്കും ചില മുറിപ്പാടുകൾ ഉണ്ടായിരിക്കും. നിങ്ങൾ ഇരിക്കുന്നിടത്തൊരു സ്തോത്രം പറഞ്ഞോണം. എന്തിനാണെന്നറിയാമോ? ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പേരുടെയും ജീവിതത്തിൽ ചില മുറിപ്പാടുകളുണ്ട്. അതിലേക്ക് നോക്കിയിട്ട് പറയണം, കർത്താവേ, എന്നെ എൻ്റെ വീടിൻ്റെ രക്ഷകരായിരിക്കാൻ വിളിച്ച് നിയോഗിച്ചതിനായി 1000 നന്ദി. മുറിവ് വേദനിപ്പിക്കാനല്ല, പിന്നെയോ രക്ഷകനായിരിക്കാൻ. അരിമനാഥൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ചില അടയാളങ്ങൾ കാണിക്കാൻ ഉള്ളവർ അമ്മമാരാ. എന്തിനാ? അടയാളങ്ങളുമായി അവൻ എതിരേൽക്കേണ്ടവരാണ് അമ്മമാർ. ഞാൻ പറഞ്ഞത് മനസ്സിലായി? എന്തുവാ? എങ്ങനെ വീടിനെ തിരികെ കൊണ്ടുവരുന്നേ? ഇടയ്ക്കിടയ്ക്ക് അമ്മ പറയണം, ഒരുമിച്ച് ഭക്ഷിക്കണം, ഒരുമിച്ച് പ്രാർത്ഥിക്കണം. തീർന്നോ? ഒരുമിച്ച് ഉറങ്ങണം, ഒരുമിച്ച് ഭക്ഷിക്കണം, ഒരുമിച്ച് പ്രാർത്ഥിക്കണം, ഒരുമിച്ച് ഉറങ്ങണം. ഇവിടെ അമ്മ എങ്ങനെ നിൽക്കണം? ഉറങ്ങുന്ന കാര്യം കുറച്ച് കാര്യം പറയാനുണ്ട് എനിക്ക്. ചില സ്ത്രീ സമാജക്കാരൊക്കെ ഒരു പ്രായം കഴിയുമ്പോൾ കട്ടിലും പിടിച്ചുകൊണ്ട് മറ്റേ മുറിയിലോട്ട് പോകും. ഡബിൾ കോട്ടാ കല്യാണത്തിന് കൊടുത്തത്. ഇപ്പോഴോ ബാക്കി ഇപ്പൊ പറയാൻ സമയമില്ല, വേണ്ട. ഒറ്റ വാക്ക് പറഞ്ഞേക്കാം. ഇവിടെ അച്ചായന്മാരും ഇവിടെ ഇല്ലല്ലോ. ഞാൻ അവരെക്കുറിച്ച് ഓർത്തൊരു കാര്യം പറഞ്ഞേക്കാം.
65 വയസ്സൊക്കെ ആകുമ്പോഴേ ഇടയ്ക്ക് ഇവിടെ ഒരു വേദന വരും. 50 വയസ്സ് കഴിഞ്ഞാൽ ആണുങ്ങളുടെ ഫീലിംഗ് എന്താണെന്നറിയാവോ? ഇവിടെ ചെറുതായിട്ട് ഒരു വേദന വന്നാൽ ഉടനെ എന്ത് ചിന്തിക്കും? മിക്കവാറും മറ്റേ പാട്ട് പാടേണ്ടി വരും. ഏതാ? ഈ ഫീലിംഗിലിരിക്കുന്ന ആളിനിരിക്കുന്ന നിങ്ങളെന്തോ ചെയ്യും? കട്ടിലും പിടിച്ചുകൊണ്ട് പോവുക. ആ പാവപ്പെട്ട മനുഷ്യൻ്റെ ഇരിക്കെ, ആ അജാജ ഉടനെ ഒന്നും ചാകത്തില്ല കേട്ടോ, വിഷമിക്കൊന്നും വേണ്ട, ഒരു വിഷമം ഉണ്ടാകേണ്ട ആവശ്യമില്ല, ഞാൻ കൂടില്ലേ. ചിലർക്കൊരു വിചാരമുണ്ട്, വിലിപ്തരൻ്റെ ജനോന്മാത്തോട് പറയുക, ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ 2 പണിയേ ഉള്ളെന്ന സ്ത്രീ സമാജക്കാരുടെ വിചാരം. ഒന്ന് കൊച്ചുമക്കളെ വളർത്തുക, പിന്നെ സ്ത്രീ സമാജത്തിന് പോവുക. അല്ല, ഒരു ഉത്തരവാദിത്വം കൂടെ ഉണ്ട്. ആ പാവപ്പെട്ട ജോർജ് കുട്ടിച്ചാണ്ടിരിക്കുന്ന മാറിപ്പോകരുത്. തിരിച്ചു വരാം. നിങ്ങളെല്ലാം അങ്ങനെ ചെയ്യുന്നവരാകുന്നു എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. ഇവിടെ അമ്മ രക്ഷകനായിരിക്കാനുള്ള വിളിയ. എങ്ങനെ രക്ഷകരായി നിൽക്കുന്നേ? ഒരു കൊച്ചു ഉദാഹരണം പറയാം. നിങ്ങൾ കേട്ടിട്ടുള്ളൂ, അച്ഛൻ്റെയിലൊക്കെ ആ കഥയുള്ളതാണ്. ഓക്ക് ആൻഡ് ബാംബു എന്നൊരു കഥയുണ്ട്, സൈക്കോതെറപ്പിക് സ്റ്റോറീസിലുള്ളതാണ്. ഓക്ക് മലയുടെ മണ്ടയ്ക്കാണ് നിൽക്കുന്നത്. 1000 വർഷം ജീവിക്കും. ഒരു ഓക്ക് മരം വെട്ടിയാൽ 50 കത്തീഡ്രൽ പണിയാനുള്ള തടി കിട്ടും. ചിലർ നിൽക്കുന്ന കണ്ടിട്ടില്ലേ? ഇങ്ങനെ അങ്ങ് നിൽക്കുക. ഓക്കിനൊരു വിചാരമുണ്ട്. എന്തുവാ? കാറ്റ് വരുമ്പം പറയും, നീ അടിച്ചാ ഞാൻ വീഴത്തില്ല. പക്ഷെ ഒരിക്കലൊരു ശക്തിയുള്ള കാറ്റ് വന്ന് 8 മണിക്കൂർ, വെളുപ്പാങ്കാലത്ത് 5:30 ആയപ്പോൾ എന്തോ ചെയ്തു? ഓക്കിനൊരു പേരിടാം, ചാക്കോച്ചൻ എന്ന് പേരിടാം. ചാക്കോച്ചൻ ഓക്ക് താഴെ വീണു. കാറ്റ് നിന്നില്ല. പിന്നെ താഴ്വാരത്തിൽ പോയി. താഴ്വാരത്തിൽ ആരാ നിൽക്കുന്നത്? മുളങ്കാടുകൾ ഇല്ലേ? നിങ്ങളുടെ നാട്ടിലൊക്കെ മുളയില്ലേ? മുളയിൽ കാറ്റടിച്ചാൽ എന്നാ പറ്റും? ചിലയിടത്ത് ഓരോ സ്ഥലത്തിന്, കല്ലുപ്പാറയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ആടിയേ നിൽക്കത്തുള്ളൂ. തിരുവല്ലയിലൊക്കെയോ ഇങ്ങനെ നിൽക്കും. ഞങ്ങളുടെ ഒരു പാവപ്പെട്ട സ്ഥലമാണ്. അവിടെ പ്രത്യേകത എന്തറിയോ? പിന്നെ തുമ്പ് വരെ ഇങ്ങനെ തറയെ മുട്ടും. അങ്ങനെ മുട്ടുന്ന ആരെങ്കിലും വന്നിട്ടുണ്ടോ? ക്ലാസ് കഴിയുമ്പോൾ ഇനി ഒന്ന് കണ്ടിട്ടേ പോകാവൂ കേട്ടോ. ഈ തുമ്പ് വരെ തറയെ മുട്ടിയാലുള്ള ഗുണം എന്നാ? കേട്ടില്ല? കാറ്റ് കഴിയുമ്പോൾ ആര് നേരെ നിൽക്കും? മുള. ശക്തിയുള്ള മരം ഏതായിരുന്നു? എന്താ നേരെ നിൽക്കാൻ കാരണം? ഈ കോൺഫറൻസ് കഴിഞ്ഞ് തിരികെ പോകുമ്പോൾ, കുട്ടിക്കാനത്തുനിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒരു ആയുർവേദത്തിൻ്റെ ഒരു കടയുണ്ട്. എന്താ വെച്ചോ? ഏത് കടയാ വെച്ചാൽ? പഴയ പ്രസിദ്ധമായൊരു കടയുണ്ടല്ലോ, അതിൻ്റെ ഒരു ഷോപ്പുണ്ട്. എല്ലാവരും അവിടെ നിർത്തിയിട്ട് ഒരു 100 ഗ്രാം ധന്വന്തരം വാങ്ങിച്ചുകൊണ്ട് പോകണം. എന്തിനാണെന്നറിയാമോ? കോൺഫറൻസ് കഴിഞ്ഞ് വൈകിട്ട് ചെന്നിട്ട് ജോർജ് കുടിച്ചാനെ വിളിച്ച് അവിടെ അടുത്തിരുത്തണം. എന്നിട്ട് 10 ഗ്രാം എടുത്തിട്ട് അന്യോന്യം പരട്ടി കൊടുക്കണം. എന്തിനാ? പെടലി, കഴുത്ത്. എന്തിനാണെന്നറിയാവോ? ചിലരൊക്കെ കുനിഞ്ഞിട്ട് വർഷങ്ങളായി. ഞാൻ അമ്മയോട് പറയട്ടെ, യുവർ ഹൗസ് ഈസ് നോട്ട് ഓൺ യുവർ ഹെഡ്, ഇറ്റ് ഈസ് ഓൺ യുവർ ഷോൾഡേഴ്സ്. നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ ഒരു കൊച്ചു വാക്ക് പറയാം. ഞാൻ എൻ്റെ പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിൽ ഈ പിള്ളേരെല്ലാം ഒരു എക്സസൈസ് പഠിപ്പിച്ചിട്ടാണ് വിടുന്നത്. എന്ത് എക്സസൈസാ? മക്കളെ ഇന്ന് വീട്ടിൽ ചെന്നിട്ട് നേരെ നിൽക്കുക, കൈ കൂപ്പുക,
അതിന് പറയുന്ന പേര് ബാംബു എക്സസൈസ് എന്നാ. എന്തുവാ? നേരെ നിൽക്കുക, കൈ കൂപ്പുക, അമ്മായിയമ്മയെ മനസ്സിൽ ധ്യാനിക്കുക. അമ്മായിയമ്മോ. അപ്പൊ കല്യാണത്തിന് പോകുമ്പോൾ മോളുടെ കൈ കൊടുത്തു വിടേണ്ട രണ്ടാമത്തെ സാധനം ഏതാ? കുറിച്ച് തരണോ ഞാൻ? ധന്വന്തരം കുഴമ്പ്. എത്ര? ചിലർക്ക് 500 ഗ്രാം വേണ്ടി വരും. ഇങ്ങോട്ട് നോക്കിക്കേ അമ്മേ, എൻ്റെ രക്ഷകനാണ് ഈ ഭൂമിയിൽ ഏറ്റവും നന്നായി കുനിഞ്ഞിട്ടുള്ളവർ. ഇവിടെ ചില ആളുകൾ കുനിഞ്ഞിരിക്കുന്നില്ലേ? അവരെക്കുറിച്ച് മാത്രം ഞാനൊരു സ്തോത്രം പറയുകയാണ്. എന്തിനാണെന്നറിയാമോ? നിങ്ങളുടെ മുറിപ്പാടുകളിലാണ് നിങ്ങളുടെ വീടുകൾ എഴുന്നേറ്റ് നിൽക്കുന്നത്. ഹല്ലേലൂയ. കർത്താവേ, ഇനിയും അല്പം കൂടെ കുനിയാനുള്ള ആത്മബലം എനിക്ക് തരണേ. നിങ്ങൾ കുനിഞ്ഞതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ വീടുകൾ നിലനിൽക്കുന്നത്. ഹല്ലേലൂയ. യേശുവേ, എനിക്കതിനൊരു നിയോഗവും അഭിഷേകവും ബലവും തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ലെറ്റ് മീ കൺക്ലൂഡ്. 5ാമത്തെ വാക്ക്, ഉഷ്ണകാലം, സമ്മർ സീസൺ. വീട് ഒരു സമ്മർ സീസൺ. എന്താ സമ്മർ സീസണിലെ പ്രത്യേകത? വീടിൻ്റെ 2 വാക്കുകളാണ്. റിലേഷൻഷിപ്പ് at its healthiest form and the home is at its rewarding point. വീട് അതിൻ്റെ ആരോഗ്യത്തിൽ നിലനിൽക്കുന്നു. വീട് പ്രതിഫലം വാങ്ങുവാൻ ഒരുങ്ങുന്നു. ഞാൻ 3 കൊച്ചുവാ. വീട് അതിൻ്റെ ആരോഗ്യത്തിൽ നിലനിൽക്കുന്നു. ഇൻ ഇറ്റ് ഹെൽത്തിയസ്റ്റ് ഫോം ആൻഡ് ഇറ്റ്സ് റിവാർഡിംഗ് പോയിന്റ്. വീട് അതിൻ്റെ ആരോഗ്യത്തിലും പ്രതിഫലം വാങ്ങുന്ന ഇടത്തേക്ക് നിൽക്കുന്നു. ഞാനിനി 3 കൊച്ചുവാക്കൂടെ പറഞ്ഞു നിർത്താൻ പോവാ. വീട് വെയിറ്റിംഗ് ഫോർ ദ ഹാർവെസ്റ്റ്. ഉഷ്ണകാലം, വീട് ഒരു കൊയ്ത്തിനൊരുങ്ങുകയാണ്. വെയിറ്റിംഗ് ഫോർ ദ ഹാർവെസ്റ്റ്. ദ ഹോം ഈസ് എ ഹോം ഓഫ് വിറ്റ്നസ്. വീട് ഒരു സാക്ഷ്യത്തിൻ്റെ ഇടമായി മാറുന്നു. അമ്മമാർ ഓർത്തിരിക്കാനൊരു വാക്കൂടെ. ഏറ്റവും പുറകിലിരിക്കുന്ന ആരോട് ഞാൻ നോക്കിക്കേ. ഒരു യാഗവസ്തുവായിരിക്കുന്നതിലുള്ള സന്തോഷമാണ് വീടിൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഹല്ലേലൂയ. കർത്താവേ, നീ എന്നെ ആക്കിയെടുത്ത് ഒരു നല്ല യാഗവസ്തുവായിരിക്കുവാൻ എന്നെ നീ അനുവദിച്ചതിനായി 1000 നന്ദി. ഒരു സ്തോത്രം പറയാൻ തോന്നുന്നുണ്ടോ? എന്നെ ഒരു യാഗവസ്തുവായി നിർത്തിയതിൽ ഞാൻ ഏറ്റവും ആനന്ദിക്കുന്നു. ഈ കോൺഫറൻസ് കഴിയുമ്പം ഇതുവരെ പറഞ്ഞതൊന്നും നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിലും ഈ വാക്ക് തിരികെ കൊണ്ടുപോകണം. We have a God of all seasons. Hallelujah. We have a God of all seasons. എല്ലാ കാലാവസ്ഥയിലും കൂടെ നിൽക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. ഈ കോൺഫറൻസിൽ സംശയത്തോടോ ചില പ്രതികൂലങ്ങളിലോ ചില സങ്കടങ്ങളിലോ ചില ഭാരങ്ങളിലോ ആരെങ്കിലും വീട് വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ഉറപ്പ് പറയാം, ഒരാത്മാവിൻ്റെ ശബ്ദം പറയാം. We have a God of all seasons. വിശ്വസിക്കുന്നവര് ഉച്ചത്തിലൊരു സ്തോത്രം പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. We have a God of all seasons. എല്ലാ കാലാവസ്ഥയിലും മാറിപ്പോകാത്തൊരു ദൈവം നമ്മോട് കൂടെ ഉണ്ട്. അപ്പനും അമ്മയും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. അമ്മയുടെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് വളരുന്ന വസ്തുക്കളും അപ്പൻ്റെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് വളർത്താനുള്ള വസ്തുക്കളുമാണ്. പിടികിട്ടിയില്ല. അമ്മയുടെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് വളരാനുള്ള സാധനങ്ങളാണ്. അപ്പൻ്റെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്
ഒന്നുകൂടെ പറയാം. അമ്മയുടെ കയ്യിൽ ഫീഡ് ചെയ്യാനുള്ള സാധനം ഏൽപ്പിച്ചേക്കുന്നേ, അപ്പൻ്റെ കയ്യിലോ എഴുതി കാണിക്കാനുള്ള സാധനങ്ങളാണ്. ഇങ്ങനെ വേണം. അപ്പം അപ്പനും അമ്മയും ആരാ? ഒരു വാക്ക് പറയാം. ഫാദർ ഈസ് ദ കമാൻഡർ, മദർ ഈസ് ദ ഇൻഫ്ലുവൻസർ. അപ്പൻ കൽപ്പിക്കുന്നവനും അമ്മ സ്വാധീനിക്കുന്നവളുമാണ്. ഇങ്ങോട്ട് നോക്കിയ ഒറ്റ വാക്കൂടെ, ഫീഡ് ചെയ്യാനുള്ള പാത്രങ്ങളിൽ നിന്ന്, പാത്രങ്ങൾ ആരുടെയും കയ്യിൽ നിന്ന് താഴെ പോയിട്ടുണ്ടോ? ടേക്കപ്പ്, എടുക്കുക. ഒന്നുകൂടെ ഒരു സ്തോത്രം പറയാനാ. അമ്മേ, ഒരു കുഞ്ഞിന് മുലപ്പാൽ നൽകുന്ന അമ്മ, നെയ്യും ചോറും കൂടെ ചേർത്ത് ഒരു കുഞ്ഞിന് ഫീഡ് ചെയ്യുന്ന അമ്മ, പനി വരുമ്പോൾ കഞ്ഞി ഉടച്ചു കൊടുക്കുന്ന അമ്മ, 45 വയസ്സാകുമ്പോഴും മോനോട് പറയുക, മോനെ, മോളെ നല്ലോണം നോക്കിക്കോണം കേട്ടോ. 60 വയസ്സായാലും അമ്മ ഫീഡ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ഞാൻ ഈ സഭയിലെ അമ്മമാരോട് ചോദിക്കട്ടെ, ഡു യു സ്റ്റിൽ ക്യാരി ദ ഫീഡിങ് വെസൽസ്? അമ്മയുടെ നല്ലാതെ ഒരു ദൈവവചനം ഒരു കുഞ്ഞിന് കിട്ടത്തില്ല കേട്ടോ. അമ്മ പ്രാർത്ഥന ഓതിക്കൊടുത്തില്ലെങ്കിൽ കുട്ടി എടുക്കത്തില്ല. പള്ളിയിൽ പോകുമ്പം പ്രാർത്ഥനാ പുസ്തകം അമ്മ എടുത്തു കൊടുത്തില്ലെങ്കിൽ കുട്ടി മറന്നുപോകും. ഞാൻ ഈ കോൺഫറൻസിൽ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുക, ബി ഗുഡ് ഫീഡേഴ്സ്. സുവിശേഷം വായിച്ചാൽ എല്ലാ അമ്മമാരും പാനപാത്രങ്ങൾ വഹിച്ചുകൊണ്ട് നിൽക്കുന്നവരാണ്, ഫീഡിങ് മദേഴ്സ്. ഈ സഭയുടെ വറ്റിപ്പോകാത്ത ഉറവകളാണ് നിങ്ങൾ. ബി ഫീഡേഴ്സ്. അപ്പനെ ശ്രദ്ധിക്കേണ്ട, അപ്പൻ കമാൻഡറാ. ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയാം, ഒരമ്മ നല്ലതായിട്ട് ഫീഡ് ചെയ്താൽ ഈ സഭയിലൊരു തലമുറ കൃപയോടെ നിൽക്കും. സംശയമുണ്ടോ? ഇല്ല. മോഡൽ ദ ലൈഫ്, മോണിറ്റർ ദ ലൈഫ്, മെൻറ്റർ ദ ലൈഫ്. അവസാനിപ്പിക്കുക. മോഡൽ ദ ലൈഫ്. അമ്മേ, അല്പം കൂടെ മോഡല് ആവശ്യം, അല്പം കൂടെ മോണിറ്റർ ചെയ്യണം വീടിനെ. പിന്നെ ഒരു മെൻറ്ററായിരിക്കാൻ ശ്രമിക്കാം. അപ്പോൾ അമ്മ ആരാകും? ത്യാഗത്തിൽ നിന്ന് ഒരു യാഗവസ്തുവായി അമ്മ തീരും. ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്ന് കൈകൂപ്പാമോ എല്ലാവരും പ്ലീസ്? പ്രാർത്ഥിക്കുന്നറിയാൻ വേണ്ടിയാ. ഒരു സെക്കൻഡ് നമ്മുടെ വീടുകളെ ഓർക്കുക, നമ്മുടെ ഭവനങ്ങളെ ഓർക്കുക. ആ വീട്ടിലോട്ട് നോക്കി ഒരു വാക്കൊന്ന് പറയുക. We have a God of all seasons. കർത്താവേ, ഇവിടെ ഇരിക്കുന്ന ചിലരുടെ വീടുകളിൽ ഉഷ്ണകാലത്തിൽ കടന്നു പോകുന്നുണ്ടാകാം, ചിലത് ശീതകാലത്തിലാകാം, ചിലത് വെള്ളപ്പൊക്കത്തിലാകാം, ചിലത് വരൾച്ചയിലാകാം. ചിലരുടെ സന്തോഷങ്ങൾ എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയി എന്ന് പറയാം. ഈ കോൺഫറൻസിൽ പരിശുദ്ധാത്മാ ദൈവം നിങ്ങളോട് കൽപ്പിക്കുന്നു, നിന്റെ മാറുന്ന കാലാവസ്ഥയിൽ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഒരു സ്തോത്രം പറഞ്ഞു ദൈവത്തിന്. യേശുവേ, വി ഹാവ് എ ഗോഡ് ഓഫ് ഓൾ സീസൺസ്. ഞങ്ങൾ വിശ്വസിക്കുകയാണ്, ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കുകയാണ്, ഞങ്ങൾ നിന്നിൽ ശരണപ്പെടുകയാണ്. കർത്താവെ, ഈ ആരാധനാലയത്തിൽ ഏതെങ്കിലും കാലാവസ്ഥയിൽ പ്രതികൂലതയിൽ നിൽക്കുന്ന ആരെങ്കിലും ഒരു അമ്മ ഇവിടെ ഉണ്ടെങ്കിൽ, ആ അമ്മയുടെ കൂടെ നീ മടങ്ങിപ്പോകുന്ന ദൈവം, ആ ഭവനത്തെ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവം, ആ ഭവനത്തിന് കൃപ പകരുന്നൊരു ദൈവമായി അവിടെ നീയോട് കൂടെയുള്ളതിനായി 1000 നന്ദി പറയുന്നു. അപ്പാ, നീ തന്ന ശബ്ദവുമായി അടിയങ്ങൾ മടങ്ങിപ്പോകണം. ഒത്തിരി വീടുകൾ ആർത്തുലയ്ക്കുന്ന ശബ്ദത്തിൽ വീണുപോകുമെന്ന് ഭയപ്പെടുകയാണ്.
ഒരു വാക്ക് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നീ എൻ്റെ വീടിനെ അല്പം കൂടെ താങ്ങണമേ കർത്താവേ. എൻ്റെ തുലാങ്ങളെ അല്പം കൂടെ ബലപ്പെടുത്തണേ. ഇടത്തും വലത്ത് നിൽക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളെ അല്പം കൂടെ നിശ്ചാർത്ത് പിടിച്ചോണേ. എന്നെ നീ ഒരു യാഗവസ്തുവാക്കി നിർത്തണമേ കർത്താവേ. അടയാളങ്ങളുമായി നിന്നെ എതിരേൽക്കുവാൻ അടിയങ്ങൾ ഒരുങ്ങുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും വിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ തന്നെ. ആമേൻ.